ഒരു ചെറിയ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോ ആയിട്ട് ഞാൻ ഈ വീഡിയോ തന്നെ എടുക്കുന്നത്. ഗൈസ്, കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോക്കൊന്നും ഒരു റീച്ചില്ല. റീച്ചില്ലാത്ത കാര്യം ഞാൻ കുറച്ച് ദിവസമായിട്ട് നോക്കി. ഇടയ്ക്കൊരു ദിവസമാണ് എൻ്റെ വീഡിയോ ഇപ്പം 2-3 ദിവസത്തിനകത്തേ ഉള്ളൂ ഒരു വീഡിയോ ഒരു 2K വരെ കണ്ട് പോയത്. ബാക്കി വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരു കുറച്ച് ദിവസമായിട്ട് ഒരു 8 ദിവസമായിട്ട്, 8 അല്ല 10 ദിവസത്തോളമായിട്ട് എൻ്റെ വീഡിയോസ് എല്ലാം ഒരു ഷോർട്ട് വീഡിയോസ് എല്ലാം ഒരു 500, 450 ആ റേഞ്ചിൽ വന്നിങ്ങനെ നിൽക്കുക, സ്റ്റോപ്പ് ആവുകയാണ്. എന്താ കാര്യം ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കി. പക്ഷെ എന്താണെന്ന് നോക്കിയപ്പം അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം ഞാൻ പറയാൻ വന്നത്, പുതിയതായിട്ടുള്ളവരെല്ലാം ശ്രദ്ധിച്ചു. ഞാൻ എൻ്റെ പുതിയ യൂട്യൂബേഴ്സാണ് അവർ മെയിനായിട്ട് ശ്രദ്ധിച്ചത്. നമ്മൾ ഈ മോണിറ്റേഷൻ്റെ ഒരു ഇതിന് വേണ്ടിയാണ് ഞാൻ റീയൂസ്ഡായിട്ടോ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടൻറ്റുകൾ വരുമോ എന്നുള്ളൊരു സംശയം കാരണം ഞാൻ വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് വന്നപ്പോൾ ഞാനത് ഓഡിയോ കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഷോർട്ട് വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ഇത് മാറ്റി, സോങ് മാറ്റി വേറെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഒത്തിരി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അറിയാൻ വയ്യാതായി. ഞാൻ ഇനി നമ്മൾ മോണിറ്റേഷൻ സമയത്ത് നിന്ന് ഡിലീറ്റ് ചെയ്ത് പ്രശ്നമാവണ്ടെന്ന് വെച്ചിട്ട് വീഡിയോ ഇടുന്നതനുസരിച്ച് അങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് മാറ്റിയപ്പോൾ തൊട്ട്, അതായത് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്തതിന് തൊട്ട് എൻ്റെ വീഡിയോസ് എല്ലാം, എൻ്റെ ഷോർട്ട് വീഡിയോസ് എല്ലാം ഈ റേഞ്ചിൽ, അതായത് 450, 500, 550 ആ വ്യൂസിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. എന്നാൽ അതിൻ്റെ എന്താ പേഴ്സൻറ്റേജൊക്കെ 97% ഉണ്ട്. പിന്നെ വ്യൂഡ്, അതായത് സ്വൈപ്പ് ചെയ്യാതെ വ്യൂ ചെയ്ത് 66% അതായത് വ്യൂ ആണ് കൂടുതൽ, അതായത് സ്വൈപ്പ് ചെയ്തതിനൊക്കെ. എന്നിട്ടും വീഡിയോ സ്റ്റോപ്പായി നിൽക്കുന്നതുകൊണ്ട് അത് എന്താണെന്നുള്ളൊരു ഇതില്ല. അതെനിക്ക് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തതിൻ്റെ ആ ഇടയ്ക്ക് തുടങ്ങിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ റീച്ച് പോവാതിരിക്കാൻ നിങ്ങളെല്ലാം പരമാവധി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ, അതായത് റീയൂസ്ഡ് കണ്ടൻറ്റ് വരാത്ത രീതിയിലുള്ള വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് വന്നത് ഞാൻ ഒരാളോട് ഷെയർ ചെയ്തു, അതായത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. കാരണം നമുക്ക് വന്നത് നിങ്ങൾക്കും അതേ കണക്ക് വരരുത്. അത് അവസാനം നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ റീച്ച് പോകുമ്പോൾ നമുക്ക് ഒരു വിഷമം ഉണ്ടാവും. കാരണം എനിക്കും നല്ല വിഷമമുണ്ട്, വീഡിയോ ഇടണോ വേണ്ടേന്ന് തന്നെയുള്ള മൂഡ് ഓഫിൽ തന്നെ പോയി. കാരണം എത്രയൊക്കെ ഇട്ടാലും, കാരണം അല്ലാതൊക്കെ വീഡിയോ ഇടുമ്പോൾ 5K 10K എൻ്റെ വീഡിയോസ് നിങ്ങളൊന്ന് വേണമെങ്കിൽ ചാനലിൽ കയറി ചെക്ക് ചെയ്താൽ ഷോർട്ട് വീഡിയോസ് നോക്കിയാൽ മതി. ഷോർട്ട് വീഡിയോസ് ഞാൻ അങ്ങനെ അധികം ഇടാറില്ല. ഷോർട്ട് വീഡിയോസ് ഡെയിലി ഞാൻ ഇടും, ഇപ്പോഴും ഇടുന്നുണ്ട്. അതുമല്ല, അത് ഏകദേശം സാധാരണയൊക്കെ എത്ര ഇതായാലും 6K 5K ആ റേഞ്ചിൽ എൻ്റെ വീഡിയോസ് പോകുന്നതായിരുന്നു. ഇപ്പം എന്തോ ഈ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ചാനലിൻ്റെ റീച്ചേ പോയിട്ടുണ്ട്. യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ പോയതാണോ എന്താണെന്ന് അറിയില്ല. എന്നാലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഇടാനൊരു മനസ്സില്ലാത്ത പോലുള്ള ഒരു ഇതിലായിപ്പോയി. വ്യൂസ് ഇല്ല. പിന്നെ ഓൾറെഡി നമ്മുടെ വീഡിയോസിനൊന്നും അങ്ങനെ കമൻറ്റ് ലൈക്കൊന്നും അധികം വരാറില്ല. ഇപ്പം 10K പോയ വീഡിയോസിന് എനിക്ക് തോന്നുന്നു 200 ലൈക്ക് ആ ഒരു ഇതിലൊക്കെ ഉള്ളു. എനിക്ക് അങ്ങനെ ലൈക്കൊന്നും അധികം, ഇപ്പോഴത്തെ വീഡിയോസും അതേ അവസ്ഥ തന്നെ. ഇപ്പം 500 വന്നാലും 10 ലൈക്ക് 15 ലൈക്ക് ആ ഒരു ലൈക്കിലൊക്കെ ഉള്ളു. ലൈക്ക് പിന്നെ ഞാൻ അന്നും അങ്ങനെ ഇത് നോക്കിയിട്ടില്ല. കാരണം ഇപ്പോൾ വ്യൂ കൂടെ പോയപ്പോഴത്തേനും നമ്മളാകെ ഒരു ഡൗൺ ആയ പോലായിപ്പോയി. അപ്പം നിങ്ങൾ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാനൊരു അവസരം ഉണ്ടാക്കാതെ നമ്മൾ നല്ല വീഡിയോസ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നല്ല വീഡിയോസ് തന്നെ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് അവസാനം ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ
അതായത് ചാനലിങ്ങനെ റീച്ചിൻ്റെ ഒരു പ്രശ്നം വരത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവസാനം നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് അത് നമ്മൾ വിഷമിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് പരമാവധി എല്ലാവരും നല്ല, അതായത് റീയൂസ്ഡ് കണ്ടന്റ്, റിപ്പീറ്റഡ് വീഡിയോ അങ്ങനെയൊന്നും ഇടാതെ ശ്രദ്ധിക്കുക. നമുക്ക് വന്നുപോയി, അതുകൊണ്ട് ഇനി നിങ്ങൾക്കത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് മുന്നേ പറയുന്നത്. അപ്പം ഗൈസ്, ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇനിയും കുറച്ച് കാര്യങ്ങളൂടെ, ഒരുപാട് ലെങ്തായ വീഡിയോ എടുത്ത് ലാഗാക്കണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ ചുരുക്കി പറയുക ഗൈസ്. അപ്പം മറ്റൊരു ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ചെറിയൊരു വീഡിയോ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനലിൽ ബാക്കി സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളും കൂടെ, ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പം ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ ലൈക്ക് എന്നുള്ള സംഭവം കിട്ടാറില്ല, അതുകൊണ്ട് തന്നെയാണ് ഗൈസ് ചോദിക്കുന്നത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് അറിയാത്ത എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്.